കൊടുക്കുന്നു. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അശ്വതി? ഇപ്പം നമ്മളൊരു വീട് എന്ന് പറയുന്നത് എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു വീടിൻ്റെ ബേസിക് സാധനം എന്ന് പറയുന്നത്. പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളൊരു യൂത്തിൻ്റെ ഒരു എന്താ പറയുക ആരംഭ ശുചിത്വമാണ് എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു കുടുംബത്തിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മളൊരു റിപ്ലിക്കേറ്റ് ചെയ്യുന്നത്, അവരെ റീപ്ലേസ് ചെയ്തുകൊണ്ടല്ല. ഇപ്പോൾ അവർക്ക് ഏത് നിമിഷം വേണമെങ്കിലും അച്ഛനും അമ്മേനും കാണാനുള്ള ഒരു സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സ്നേഹവും ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആകാൻ വേണ്ടിയിട്ട് ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എങ്ങനെയാണ് ഒരു വീട്ടിൽ വളരുക, അതുപോലെയാണ് അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പങ്കെടുക്കുന്നുണ്ട് അവർ. അതുപോലെ ഇപ്പോൾ അവർ ആദ്യമായിട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അവർക്കൊരു ഒരു സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഡിഗ്നിറ്റി അങ്ങനത്തെ ഒരു സാധനം നമുക്ക് തോന്നിയിരുന്നില്ല. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണല്ലോ കുട്ടികൾ വരുന്നത്, അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്ലീസിങ് സാധനം ഉണ്ടായിരുന്നു, ഒരു കുടുംബമാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ 2 വർഷം കഴിഞ്ഞു വീട് വന്നിട്ട്, ഇപ്പോൾ ആ തുടക്കത്തിൽ അവർ കയറി വന്ന സമയത്ത് എങ്ങനെയാണോ അതുപോലെ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. അവർക്കറിയാം നമ്മളൊരു ഫാമിലി ആണ് എന്നുള്ളത്. ഇപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ശരി, ആദ്യം ഒക്കെ പോകുമ്പോൾ അമ്മ എവിടെ അച്ഛൻ എവിടെ എന്നുള്ള ചോദ്യങ്ങൾ അവരെ അലട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് അവർ മറുപടി പറയുന്നുണ്ട്. വീട് എന്ന് പറയുന്നത് ഒരു അമ്മ അച്ഛൻ എന്നുള്ള സാധനം മാത്രമല്ല, സ്നേഹമുള്ളതാണ്, അവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒന്നാണ്, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും. വൈഷ്ണവി പറഞ്ഞ പോലെ ഈ കുഞ്ഞുങ്ങൾ എത്ര പേരാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ, എത്ര പ്രായമുള്ളവരാണ്, അവരെന്തൊക്കെയാണ് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് അവരുടെ ഇഷ്ടങ്ങൾ, മെൻ്റലി കൂടി നമ്മൾ അവരെ ഒന്ന് റീബിൽഡ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ വിശദമായി? ഉറപ്പായിട്ടും അശ്വതി. അശ്വതി ആദ്യം ചോദിച്ചത് ഇപ്പം എത്ര മക്കളുണ്ട് ഇവിടെ എന്നുള്ളതാണ്. നമുക്ക് 2 വീടുകളാണുള്ളത്. ആദ്യം നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള വീട് തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഐഡിയ എത്രത്തോളം കുട്ടികൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലും ഒരു വീട് തുടങ്ങി. 2 വീടും കൂടി ഇപ്പം 13 മക്കളുണ്ട് നമ്മുടെ കൂടെ. ഇവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ഏകദേശം ഒരു 6 മന്ത്സിന്റെ മുകളിലായി ഇവിടുന്ന് എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് സ്വിമ്മിങ്ങിന് പോകുന്നുണ്ട്. ഡാൻസ് ഇഷ്ടമുള്ളവർ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. പാട്ട് ഇഷ്ടമുള്ള ആളുകളുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. സ്പോർട്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഇവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ആർക്കാണോ എന്ത് താല്പര്യമുള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ വളരെ രസമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ മെന്റലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അശ്വതി പറഞ്ഞല്ലോ മുന്നേ, നമ്മളൊരു മെന്റലി ഉള്ളൊരു കാര്യത്തിൽ ഏറ്റവും ബേസിക് ആയിട്ട് കോൺഫിഡൻസിന്റെ ഒരു കാര്യമാണ്. റിയാലിറ്റി ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും അവരുടെ റിയാലിറ്റി എങ്ങനെയാണ്, എന്ത് കാര്യം ഒരാളുടെ മുന്നിൽ തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്ക് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ വളർന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ഇടപെടലുകളുണ്ട്, എഫേർട്സും കൊണ്ട് മാറി മാറി വരുന്നുണ്ട് ഇപ്പൊ.